ഓക്കെ. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള റിസ്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം കണ്ട SSLC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് 9th കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇതിനകത്ത് കൊണ്ടുവരാനുണ്ട്. ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വാങ്ങിക്കുക. ദ റേഷ്യോ ബിറ്റ്വീൻ ദ സെക്കൻഡ് ടേം ആൻഡ് ദ 7th ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 1:3 ആൻഡ് ദ 10th ടേം ഓഫ് ദ സീക്വൻസ് ഇസ് 42 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. സോ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നോക്കിക്കും, x2 is to എന്തെന്ന് പറയും x7, അതായത് സെക്കൻഡ് ടേം is to 7th ടേം എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്, 1:3 ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ദ 10th ടേം എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്, 42 ആണ് നമുക്ക് ഓൾറെഡി തന്നു വെച്ചേക്കുക. ഓക്കെ. സോ ഇത് രണ്ടും കൂടി നോക്കിയിട്ട് നമ്മൾ നോക്കിക്കുക, രണ്ട് റേഷ്യോസ് എപ്പോഴും ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റേഷ്യോ തമ്മിലുള്ള കണക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ. സോ ആ രണ്ട് റേഷ്യോസ് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്ത് ചെയ്യണം, ആ റേഷ്യോസ് നമ്മൾ എഴുതി വേറൊരു റേഷ്യോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയാൽ മതി മക്കളെ. എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഇവിടെ x2 is to എന്താണ്, x7 എന്ന് പറയുന്നതിൽ ആണ്. x2 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം, f plus n minus 1 into d ആയിട്ട് എഴുതാം. ഓക്കെ. സോ ഞാനത് എഴുതാണ്, x2 is equal to f plus n പകരം 2 കൊടുത്ത് 2 minus 1 into d. ഓക്കെ. സോ അതിന് ഞാൻ ഒന്നുകൂടെ ഷോർട്ട് ആക്കുമ്പോൾ f plus 2 minus 1 എന്താ, 1 എന്ന് കിട്ടും, 1 into d എന്ന് കിട്ടും. സോ f plus എന്താണ്, d ആണ് എന്തെന്ന് പറയുന്നത്, x2 എന്ന് പറയുന്നത്. സോ ഞാൻ x2 എന്ന് പറയുന്ന ടേമിനെ ഞാൻ ആൽജബ്രിക് എക്സ്പ്രഷൻ്റെ ഫോർമുലയിൽ കൊടുത്തിട്ട് എന്തായിട്ട് എഴുതി, x2 is equal to f plus n minus 1 into d വീണ്ടും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് x7 എങ്ങനെ എഴുതാം, f plus n minus n പകരം 7 കൊടുത്തു, 7 minus 1 into d എന്ന് കൊടുത്തു. ഓക്കെ. സോ ഈസ് ഈക്വൽ ടു f plus എന്താണ്, 7 minus 1 6 എന്ന് കിട്ടും, 6d എന്ന് കിട്ടും. സോ നമുക്ക് എങ്ങനെ എഴുതാം, x7 എന്ന് പറയുന്നത് എന്ത് എഴുതാം, f plus 6d ആണ്. ഓക്കെ. സോ x2 എന്ന് പറയുന്നതിന് f plus d ആയിട്ട് എഴുതി, x7 എന്ന് പറയുന്നതിന് f plus 6d ആയിട്ട് എഴുതി. ഓക്കെ. സോ ആ റേഷ്യോയിൽ x2 x7 എന്ന് പറയുന്നതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്, ഇതിനാക്കിയിട്ടുണ്ട്. സപ്പോസ് ഒരു റേഷ്യോ 1:3 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താണ്, 10:30 ആണെന്ന് വിചാരിക്കുക. ഓക്കെ. 10:30 ആണ് കേട്ടോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് റേഷ്യോസ് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ അതെന്താവണം, അതിൻ്റെ നടുവിൽ കിടക്കുന്ന രണ്ട് ടേംസും അതുപോലെ രണ്ട് അറ്റത്ത് കിടക്കുന്ന രണ്ട് ടേംസും, അതായത് 3ഉം 10ഉം അതുപോലെ 1ഉം 30ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, സെയിം ആൻസർ കിട്ടും. നോക്കിക്കേ, 3 into 10 എത്രയാ, 30. 1 into 30 is equal to എന്തെന്ന് കിട്ടും, 13 തന്നെ കിട്ടും അല്ലേ. 3 into 10 ചെയ്താലും നമുക്ക് എന്തെന്നെ കിട്ടും, 13 തന്നെ കിട്ടും. കണ്ടോ, അപ്പോൾ രണ്ട് റേഷ്യോസ് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ കിടക്കുന്ന ടേംസും അതുപോലെ അറ്റത്ത് കിടക്കുന്ന ടേംസും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അവർ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ആ കിട്ടുന്ന ആൻസറുകൾ രണ്ടും എന്തായിരിക്കും, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ട് റേഷ്യോസ് സെയിം ആണെന്ന് നമ്മൾ നോക്കി, x2ഉം x7ഉം 1:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അല്ലേ. സോ 1:3 എന്ന് പറയുന്ന റേഷ്യോയിലാണെങ്കിൽ നമുക്കതിന് എന്തെഴുതാം, x2ന് പകരം f plus dയും x7ന് പകരം f plus 6dയും എന്ന് എഴുതാം. ഓക്കെ. സോ അങ്ങനെ എഴുതുകയാണ് വെച്ചെങ്കിൽ ഞാനൊന്ന് അടുത്ത പേജിലോട്ടൊന്ന് എഴുതി കാണിക്കുകയാണ്. x2 is to x7 is equal to 1:3 ആണ്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ x2ന് പകരം നമുക്ക് എന്ത് എഴുതാം, f plus d എന്ന് എഴുതാം അല്ലേ, f plus d അല്ലേ, കണ്ടോ. ഓക്കെ. സോ x7ന് പകരം എന്താ, f plus 6d ആണ്. ഓക്കെ. സോ നമ്മളടുത്ത് x7ന് പകരം എന്ത് എഴുതണം, f plus 6d എന്ന് എഴുതണം. ഓക്കെ. സോ ഈസ് ടു ഞാൻ എഴുതുകയാണ് f plus 6d എന്ന് ഞാൻ എഴുതി. ഓക്കെ. f ആണ് കേട്ടോ അത്. ഓക്കെ. f plus 6d എന്ന് എഴുതി. ഓക്കെ. ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 1:3. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ എന്താ, നടുവിൽ കിടക്കുന്ന രണ്ടെണ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അറ്റത്ത് കിടക്കുന്ന രണ്ടെണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, സെയിം ആൻസർ കിട്ടണം അല്ലേ. നോക്കിക്കേ, ഞാനത് താഴേക്കെടുത്ത് എഴുതാൻ പോവുകയാണ്. ഓക്കെ. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ കിട്ടണം. ഓക്കെ. f plus d ഇൻറ്റു എന്ത് എഴുതണം, 3. കണ്ടോ, അറ്റത്ത് കിടക്കുന്ന ഏത് നമ്പറാണ്, 3 ആണ് അല്ലേ. ആ ആരോ മാർക്ക് പോയിക്കൊന്ന് നോക്കാം. ഈസ് ഈക്വൽ ടു f plus 6d ഇൻറ്റു 1 ആണ് അല്ലേ.
നടുവിൽ കിടക്കുന്ന ഏതാ 1 ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഈക്വൽ ആയിട്ട് കിട്ടണം. ഓക്കെ, സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? രണ്ടും കൂടെ ഈക്വലായി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആ 3 എന്ന് പറയുന്ന സാധനത്തിനെ ഇൻറ്റു ചെയ്തിട്ട് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് അല്ലേ. 3 ഇൻറ്റു എഫും അതുപോലെ 3 ഇൻറ്റു ഡിയും. 3 ഇൻറ്റു എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 3F ആണ്. പ്ലസ് 3 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാണ്? 3D ആണ് അല്ലേ. ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എഫ് 6D ഇൻറ്റു 1 എന്ന് പറയുന്നത് 6D. ഓക്കെ, സോ നമുക്ക് കിട്ടിയ എന്താ? 3F പ്ലസ് 3D ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് 6D എന്ന് കിട്ടി. ഓക്കെ, സോ എഫിനെ ഞാനൊരു സൈഡിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആദ്യം ഞാൻ എന്ത് ചെയ്യണം? എഫിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകാം ഇല്ലേ. 3F ഈ പ്ലസ് എഫ് അങ്ങോട്ട് വന്നപ്പോൾ എന്തായി? മൈനസ് എഫ് ആയിട്ട് മാറി. പ്ലസ് ബാക്കി എന്തുണ്ട് അവിടെ? 3D ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 6D എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. 3F എഫ് മൈനസ് ചെയ്ത് എത്ര കിട്ടും? 2F എന്ന് കിട്ടും ഇല്ലേ. പ്ലസ് 3D ഈസ് ഈക്വൽ ടു 6D എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇത്ര എളുപ്പമാണല്ലോ. ഇനി ഡി അവിടെ രണ്ട് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു ഡീനെ എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. നോക്കി ശ്രദ്ധിക്കും മക്കളെ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? എഫിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? ആ പ്ലസ് എഫ് മൈനസ് എഫ് ആവും. ഓക്കെ, 3F പ്ലസ് 3D ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 6D എന്ന് കിട്ടും. ഓക്കെ, സോ അവിടെ എന്തായിട്ട് മാറും? 3Fഉം ഒരു മൈനസ് എഫും ഉണ്ട്. സോ അത് രണ്ടും കൂടെ ഞാൻ അടുപ്പിച്ച് എഴുതാണ്. 3F മൈനസ് എഫ് പ്ലസ് 3D ഈസ് ഈക്വൽ ടു 6D എന്ന് കിട്ടും. ഓക്കെ, 3F മൈനസ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 2F അല്ലേ. 2F പ്ലസ് 3D ഈസ് ഈക്വൽ ടു 6D എന്ന് കിട്ടും. ഓക്കെ, ഇനി ഡി രണ്ട് സ്ഥലത്തും രണ്ടായിട്ട് കിടക്കുമല്ലോ. ഞാൻ ഡീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് കിട്ടും? 2F പ്ലസ് എന്തെന്ന് കിട്ടും? 2F ഈസ് ഈക്വൽ ടു 6D മൈനസ് 3D എന്ന് കിട്ടും. സോ നമുക്ക് അവിടെ എന്തെന്ന് കിട്ടും? ഓക്കെ, 2F ഈസ് ഈക്വൽ ടു 3D എന്ന് നമുക്ക് കിട്ടും അല്ലേ. സോ 2F ഈസ് ഈക്വൽ ടു 3D എന്ന് നമുക്ക് കിട്ടി ഇല്ലേ. 3D ആണ്. ഓക്കെ, സോ അതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടുപിടിക്കുകയാണ്? എഫിന് എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ എന്ത് വേണം? ഈ 2വിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. സോ നോക്കിക്കേ എങ്ങനെ നമ്മളത് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2വിനെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? 3D ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. ഓക്കെ, സോ എഫിനൊരു ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? എഫ് എന്ന് പറയുന്നത് 3D ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. എങ്ങനെ ചെയ്തതെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കുക. സോ എഫ് ഈസ് ഈക്വൽ ടു 3D ബൈ 2 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ കിട്ടും. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? x2ഉം x3യും നോക്കി. ഇനി അത് കൂടാണ്ട് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? x10 തന്നിട്ടുണ്ട് ഇല്ലേ. x10 ഈസ് ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 42 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ x10 എന്നുള്ളത് ഞാൻ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് പ്ലസ് എന്താണ്? n-1 ഇൻറ്റു ഡിയിൽ വാല്യൂ കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു x10. n എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലേ. സോ അവിടെ x10 എന്ന് പറയുന്നത് 42 ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എന്തെന്ന് കിട്ടും? n എന്ന് പറയുന്നത് 10 ആയതുകൊണ്ട് 10 മൈനസ് 1 ഇൻറ്റു ഡി നമുക്ക് അറിയാത്തതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി വെച്ചേക്കുവാണ് ഇല്ലേ. ഓക്കെ, സോ 42 ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് 9D എന്ന് കിട്ടും. 10 മൈനസ് 1 9 അല്ലേ. 9D എന്ന് കിട്ടി. ഓക്കെ, സോ ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കൊരു എഫ് കാണാൻ പറ്റും. കാണുന്നില്ലേ? ഈ എഫിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? മുകളിൽ എഫിന് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. എന്താ? 3D ബൈ 2 ഉണ്ട് ഇല്ലേ. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 42 ഈസ് ഈക്വൽ ടു എഫിന് പകരം എന്ത് കൊടുക്കും? 3D ബൈ 2 പ്ലസ് എന്തെന്ന് കിട്ടും? 9D എന്ന് കിട്ടും. ഓക്കെ ആണോ? നമ്മൾ ഡിയുടെ എഫിൻ്റെ വാല്യൂ അവിടെ എന്ത് ചെയ്ത് കൊടുത്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ അവിടെ 9Dക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താഴെ എന്തിട്ടു? ബൈ 1 ഇട്ടു. ഇനി എന്ത് ചെയ്യണം? അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 42 ഈസ് ഈക്വൽ ടു 3D ബൈ 2 ഇൻറ്റു 1 പ്ലസ് 9D ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, സോ അവിടെ എന്തെന്ന് കിട്ടും? 3D ഇൻറ്റു 1 എന്തെന്ന് തന്നെയാണ്? 3D തന്നെയാണ് അല്ലേ. സോ 3D പ്ലസ് എന്ത് കിട്ടും? 9 ഇൻറ്റു
ടു എന്ന് പറയുന്നത് 18D ആയിട്ട് വരും അല്ലേ. 18D ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 2 തന്നെയാണ് അല്ലേ. സോ 3D പ്ലസ് 18D എന്ന് പറയുന്നത് എത്ര കിട്ടും? 21D എന്ന് കിട്ടും അല്ലേ. സോ അത് നോക്കി നമ്മൾ എഴുതുന്ന സമയത്ത് 21D ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 2 ഈസ് ഈക്വൽ ടു 42 എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ 2-ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. സോ 42 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 21 ഇൻറ്റു ഡി എന്ന് കിട്ടും. ഓക്കെ, സോ 42 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ അവിടെ എത്ര കിട്ടും? ഇറ്റ് ഈസ് 84. ഓക്കെ, എൻ്റെ പിന്നിലായതുകൊണ്ട് കാണുന്നില്ല അല്ലേ. ഇസ് ഈക്വൽ ടു 21D എന്ന് കിട്ടും. ആ ഡി എന്ത് ചെയ്യാൻ കൊണ്ടുപോകാൻ വേണ്ടി 21-ന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? 84 ഡിവൈഡഡ് ബൈ 21 എന്ന് കിട്ടും. ഓക്കെ, സോ 84 ഡിവൈഡഡ് ബൈ 21 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ ആണല്ലോ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അവിടുത്തെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണേ. സോ നമുക്ക് ആൻസർ 4 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ആൻസർ ഇസ് 4. ഓക്കെ, കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര എന്ന് കിട്ടി? 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് എഫ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ എഫ് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അവിടെ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ കുറച്ച് സ്റ്റെപ്പ് വളരെ ലെങ്തിയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കണ്ടതുപോലെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ x10-ലോ അല്ലെങ്കിൽ ഏതിലെങ്കിലും x2-ലോ ഏതിൽ വേണമെങ്കിലും വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? എഫ് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, സോ അത് ചെയ്തു പോകേണ്ട മെത്തേഡ് ആദ്യം നമ്മൾ x2-നെ x7-നെ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതിനുശേഷം റേഷ്യോ ആക്കി മാറ്റി. അതിനെന്നിട്ട് എന്താക്കി? ആ റേഷ്യോനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്തു. അതിൻ്റെ വാല്യൂ കിട്ടുന്ന എഫും ഡിയും വെച്ചിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ വാല്യൂ കിട്ടിയിട്ട് അത് എന്തിനു കൊടുക്കുക? x10 എന്ന് പറയുന്നതിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. കുറച്ച് ടഫാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? x10 ഇസ് ഈക്വൽ ടു 42 നമുക്ക് തന്നിട്ടുണ്ട്. സോ x10 എന്ന് പറയുന്നത് എന്താണ്? എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. സോ നമുക്ക് എന്ത്? എഫിനെ അറിയില്ല. സോ 42 ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് n മൈനസ് 1 എന്ന് പറയുന്നത് 9 ഇൻറ്റു 10 ആയതുകൊണ്ട് നമ്മൾ 9 ഇൻറ്റു ഇത് കൊടുത്തു. ഓക്കെ, 9 ഇൻറ്റു 4 കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. 4 എന്ന് കണ്ടുപിടിച്ചു. പ്ലസ് എന്തെന്ന് കിട്ടും? 9 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 36 എന്ന് കിട്ടും. സോ 42 ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് 36. 36-ന് പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. സോ 42 മൈനസ് 36 ഈസ് ഈക്വൽ ടു എഫ്. ഓക്കെ, അത് നമ്മളിവിടെ ചെയ്ത് നോക്കുന്ന സമയത്ത് എഫ് ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. സോ സിമ്പിളാണ് സംഭവം എന്ന് പറയുന്നത്. കുറച്ച് എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്ത് നോക്കണം? ഇതെങ്ങനെ ചെയ്തെന്ന് നോക്കണം. ഓക്കെ, സോ x2-നെയും x7-നെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതിനെ റേഷ്യോ ആക്കി മാറ്റി. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും നമ്മൾ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. സോ കോമൺ ഡിഫറൻസ് 4, എഫ് എന്ന് പറയുന്നത് 6. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു? നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. സിമ്പിളാണ്. വളരെ കുറച്ച് പാടെടുത്തിട്ട് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സോ അടുത്ത നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? x25 കണ്ടുപിടിക്കേണ്ടത്. x25 xnൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ x25 കിട്ടും. x25 എന്ന് പറയുന്നത് എന്താ? എഫ് പ്ലസ് 24d ആണ് അല്ലേ. സോ 6 പ്ലസ് എഫ് എന്ന് പറയുന്നത് 6 ആണ്. 24 ഇൻറ്റു 4 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് x25th ടേം കിട്ടും. സോ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 24 ഇൻറ്റു 4 96. സോ 6 പ്ലസ് 96 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 102 എന്ന് കിട്ടും അല്ലേ. 102 ആണ് എന്തെന്ന് പറയുന്നത്? 25ാമത്തെ ടേം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ എന്ത് കണ്ടുപിടിക്കും? സം ഓഫ് 25 ടേംസും കണ്ടുപിടിക്കണം. ഏതിൽ വാല്യൂ കൊടുക്കും? n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയിൽ കൊടുക്കാം. ഇനി അല്ല നോക്കിക്കേ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? x25 തന്നിട്ടുണ്ട് അല്ലേ. അതാണ് നമ്മുടെ എന്ത്? ലാസ്റ്റ് ടേം xn അല്ലേ. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ എടുക്കുന്നതല്ലേ കുറച്ചുകൂടി എളുപ്പം. സോ 25/2 xnന് പകരം എന്തെടുക്കും? 102 25ാമത്തെ ടേം. x1-ന് പകരം നമ്മളെടുക്കും ഫസ്റ്റ് ടേമായ 6 എടുക്കും. ഓക്കെ, സോ എന്തെന്ന് കിട്ടും? 25/2 ഇൻറ്റു 108 എന്ന് കിട്ടും അല്ലേ. 108 എന്ന ആൻസർ കിട്ടും. ഓക്കെ, സോ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 10 5 പ്രാവശ്യം 8 4 പ്രാവശ്യം 54 എന്ന് കിട്ടും. 25 ഇൻറ്റു 54 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ, സോ എപ്പോഴും ഞാൻ പറയാറുണ്ട് തേർഡ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 100 0 ഇട്ടു. 5
2 ബാക്കി എന്ത് ചെയ്യണം 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 10 12 എന്ന് കിട്ടും. സോ 0 5 3 1 1350 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ 25 ടേമിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ് 1350 ആണ്. ഓക്കെ, സോ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, നമ്മളത് എന്ത് ചെയ്യണം കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യണം.